This is the strength of your MP and our leader, what he is giving to the state. Since Congress party came to power, we have given various strength to the country. India was being formed in Karnataka. If Congress party, your MP would not have walked on the streets of Karnataka or Telangana, two governments wouldn't have come. It is from your MP and our leader, Congress party has come in Kerala and Karnataka. In Karnataka and Telangana. നിങ്ങളുടെ എം പി ഈ ഭാരത് ജോഡോയിലൂടെ നടന്നു നീങ്ങിയതിന്റെ ഗുണം ലഭിച്ചത് നിങ്ങൾക്കെല്ലാവർക്കുമായിരുന്നു. ആ മനുഷ്യൻ നടന്നില്ലായിരുന്നുവെങ്കിൽ, ആ മനുഷ്യൻ ഇതുപോലെ സഞ്ചരിച്ചില്ലായിരുന്നുവെങ്കിൽ കർണാടകയും തെലങ്കാനയും നമുക്ക് വിജയിക്കാൻ സാധ്യമായിരുന്നില്ല. ആ മനുഷ്യന്റെ ആ ദൃഢനിശ്ചയവും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയത്തിന്റെ ഫലമാണ് ഈ രണ്ട് സംസ്ഥാനവും കോൺഗ്രസിന്റെ മുന്നണിക്ക് വിജയിക്കാൻ സാധിച്ചത് എന്ന് ഞാനിവിടെ ഓർക്കുകയാണ്. Today the country's biggest enemy is the NDA and the BJP. It is using the ED, income tax and CBI. I want to ask, you all are educated people, what is that Srimati Sonia Gandhi and Rahul Gandhi has done a crime in taking forward the National Herald paper which Jawaharlal Nehru started. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രാജ്യത്തിന്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത് NDA ആണ്, അതായത് BJP ആണ്. അവരെന്താ ചെയ്യുന്നത്? ED ഉപയോഗിച്ചുകൊണ്ട്, ഇൻകം ടാക്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇവിടുത്തെ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകളെ വേട്ടയാടുകയാണ്. ഒരു കാര്യം ഞാൻ BJPക്കാരോട് ചോദിക്കട്ടെ, എന്ത് കാരണത്തിലാണ് നിങ്ങൾ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? എന്തിന്റെ പേരിലാണ് അവർക്കെതിരെ നിങ്ങൾ കേസെടുത്തത്? എന്ത് തെറ്റാണ് അവർ നിങ്ങൾക്കെതിരെ ചെയ്തത് എന്ന് ഇവിടുത്തെ BJPക്കാരൻ വ്യക്തമാക്കണമെന്ന് ഞാനിവിടെ പറയുകയാണ്. They have attached the property of the Congress party. They have attached the accounts of the Congress party. They have attached the properties of the National Herald and Young India. It is not the Congress family property. It is the property of all of you who have given every paisa, every rupee to the Congress party to build for the nation. ഇവിടെ നാഷണൽ ഹെറാൾഡിന്റെ പേരിൽ, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളിൽ ഇവർ കോൺഗ്രസിന് അക്കൗണ്ട് മരവിപ്പിക്കുന്നു, കോൺഗ്രസിന് കൊടുക്കുന്ന ഫണ്ടുകൾ മരവിപ്പിക്കുന്നു. ഇവിടുത്തെ സാധാരണക്കാരൻ ഈ രാജ്യത്തെ നിലനിർത്താനുള്ള പോരാട്ടത്തിന് വേണ്ടി കൊടുത്ത പണമാണ്. അത് ഏതെങ്കിലും കുടുംബത്തിന്റെ പണമല്ല. നിങ്ങളിൽ നിന്ന് സ്വീകരിച്ച, ഈ തെരുവുകളിൽ നിന്ന് സ്വീകരിച്ച നാണയത്തുട്ടുകളാണ് ഈ BJPയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിന് വേണ്ടി സ്വരൂപിച്ച പണമാണ് ഈ BJPയുടെ നേതൃത്വത്തിൽ ഇവർ ഇന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. Without evidences, they are arresting our chief ministers, opposition party chief ministers. Every day they are raiding our Congress leaders, including in my constituency. Not even a single BJP leader they have raided. And you should also know that they have not even touched your chief minister, Kerala chief minister family. Your Kerala chief minister also is a part and an aligned partner of them unofficially. രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയാണ്. മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുകയാണ്. എന്റെ കർണാടകയിലെ ക്യാബിനറ്റിലെ പല മന്ത്രിമാരുടെ വീടുകളിലും റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരാളുടെ വീടുകളിൽ മാത്രം റെയ്ഡ് ചെയ്യുന്നില്ല. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹം അവരുമായി നടത്തുന്ന രഹസ്യമായ താണ്ഡവ